മാത്സിന്റെ വിഷയം പറയുകയാണെങ്കിൽ ഞാൻ മാത്സിന്റെ ഒരു ടീച്ചറായിരുന്നു. അത് നമുക്ക് എന്താ വെച്ചാല് അത്ര ഡിഫിക്കൽട്ട്, അതിന് നല്ലൊരു ബെനിഫിറ്റ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചു 4 പേരും വീട്ടിൽ നിന്ന് വിട്ടുനിന്നിട്ട് റൂമൊക്കെ എടുത്തിട്ട് പഠിക്കാന്നുള്ള ഒരു ഇതിലേക്ക് എത്തി. ഞാൻ മനസ്സിലാക്കാൻ പറഞ്ഞ ആ ഹോട്ട് ടോപ്പിക്സ് നമ്മള് അത് കറക്റ്റ് നമ്മൾ പഠിക്കുക. അപ്പൊ കേരള ചരിത്രം എന്നൊക്കെ പറഞ്ഞ വൈഡ്, അത് നമ്മൾ നോക്കിയിട്ട് എത്തൂല. പ്രത്യേകിച്ച് ഈ ഒരു സമയത്തിന്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാൻ 50 ദിവസം സ്റ്റഡി നമുക്ക് നിർബന്ധ സംഗതി ഇതിലേക്ക് എത്തണമെങ്കിൽ. പക്ഷെ കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റില്ല, ഉൾപ്പെടുത്തില്ല. അതായത് നമ്മൾ കമ്പനിയൻ ആക്കുന്ന ആൾക്കാരിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ആള് കൂടിയാൽ പാമ്പ് ഒരു 4-5 ആൾക്കാര് മാക്സിമം. മക്കളെ, ആ ഇൻ്റർവ്യൂ സീറ്റിലേ ഫവാസാണ്. അവനെ ഏറ്റവും ആഗ്രഹിച്ചൊരു ജോലിയായിരുന്നു LD ക്ലർക്ക് എന്നുള്ളത്. അത് വെറും 50 ദിവസം കൊണ്ട് ലക്ഷ്യത്തിലെത്തിയ ആളാണ്. അപ്പോൾ ഈ 50 ദിവസം കൊണ്ട് അവൻ LD ക്ലർക്ക് നേടിയത് ഒരു വ്യക്തമായ സ്ട്രാറ്റജിയിലൂടെ ആയിരുന്നു. 50 ദിവസം കൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു, അവൻ വർക്കൗട്ട് ചെയ്തു. എല്ലാ ടോപ്പിക്സിൽ നിന്നും വരാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളിൽ നിന്നും മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ സൈലം PSC ഉണ്ടല്ലോ, ഈ വരുന്ന 16-ാം തീയതി, ഈ മാസം 16-ാം തീയതി മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ബാച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ആരംഭിക്കുകയാണ്. ആ ബാച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടോപ്പിക് വൈസും അല്ലാതെയുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ ആ ക്ലാസ്സിൽ വെച്ച് തന്നെ, ലൈവ് ക്ലാസ്സിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് തരിക. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാച്ച് ഉപയോഗപ്പെടുത്തി ഈ 50 ദിവസം, ഇനി പരീക്ഷയ്ക്ക് 50 ദിവസമാണുള്ളത്. ഈ 50 ദിവസത്തിൽ ഈ സൈലം PSCയുടെ ഈ ബാച്ചിൽ കയറി മാക്സിമം MCQസും PYQs ഒക്കെ നമ്മൾ ചെയ്ത് നമ്മുടെ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ബെഫ്കോ, VFA, LDC പോലത്തെ പരീക്ഷകൾക്കൊക്കെ ഉപകാരമാവുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഈ ബാച്ചിനെ നിങ്ങളെന്ത് ചെയ്യുക, കാണുക. അപ്പോൾ തടസ്സപ്പെടുത്തിയതൊന്നും വിചാരിക്കരുത്. ഇനി ഇൻ്റർവ്യൂ വരും കേട്ടോ, അത് കണ്ടോളൂ. താങ്ക് യു. ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് കണ്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പോലും ഒരു മെയിൻ എക്സാം വരുന്നതിൻ്റെ തൊട്ട് മുന്നിൽ ഒരുപാട് ആശങ്കകൾ. അതായത് പഠിച്ചതൊക്കെ തന്നെ വരുമോ, അല്ലെങ്കിൽ ആ ഒരു 1.5 മണിക്കൂർ ഏറ്റവും ഫലവത്തായിട്ട് എക്സാം ഹാളിൽ പ്രയോഗിക്കാൻ പറ്റുമോ, ഇതൊക്കെ എപ്പോഴും ആശങ്കകളാണ്. എന്താ ഇപ്പോൾ ചെയ്യേണ്ടത്? കുട്ടികളൊക്കെ ഇങ്ങനെ വിളിക്കാറുണ്ട്. ആക്ച്വലി നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഒരു സർക്കാർ ജോലി എന്ന് പറയുന്നത് കുറേ അധികം ആൾക്കാർ സ്വപ്നം കണ്ട് നടക്കുന്ന, അതിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും, കാര്യം ഒരു സ്ഥിര വരുമാനമുള്ള, ഒരു സ്ഥിരതയുള്ള ജോലി എന്നുള്ളതാണ്. പക്ഷേ എല്ലാ ഉദ്യോഗാർത്ഥികളിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരീക്ഷയോട് അടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ അവസാന നിമിഷത്തിൽ പാളിപ്പോവുക അല്ലെങ്കിൽ അവസാനിപ്പിച്ചു പോവുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്തരം കാര്യങ്ങളൊക്കെ മിസ്സേ ഏറ്റവും നന്നായിട്ട് അറിയാൻ പറ്റുന്നത് ഇതിൽ കൃത്യമായ ഒരു വിജയം നേടിയ ആള് എങ്ങനെയാണ്, ഏത് വഴിയാണ് പോയത് എന്നറിയാൻ വേണ്ടിയിട്ടല്ലേ. അതെ, നമ്മളിനി എത്ര മോട്ടിവേഷൻ കൊടുത്താലും അതുപോലെ ആ നാൾ വഴികളിലൂടെ കടന്നു വന്ന് അച്ചീവ് ചെയ്ത ഒരാൾ പറയുമ്പോൾ കുറച്ചുകൂടി അവർക്കത് ഓക്കെ ആവും. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ സംസാരത്തെക്കാളും ഏറ്റവും നല്ലത്, ഇപ്പോൾ ഏറ്റവും നമുക്ക് അത് നിങ്ങളോട് പറയാനായിട്ട് നല്ല ഗംഭീരമായ ഒരു മനുഷ്യൻ ഇവിടെ നമ്മളോടൊപ്പം ഉണ്ട്. നമ്മുടെ മലപ്പുറം കളക്ടറേറ്റിൽ LD ക്ലർക്കായി ജോലി ചെയ്യുന്ന മുഹമ്മദ് ഫവാസ് ആണ് നമ്മളോടൊപ്പം. സ്വാഗതം. അതെ, അപ്പോ ഫവാസ്, ഇപ്പൊ ഒരു ഉദ്യോഗാർത്ഥി എന്നതിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥൻ എന്ന ഒരു തലത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ജീവിതത്തിലും വലിയ രീതിയിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഈ ഒരു നിമിഷത്തിൽ നമുക്ക് തോന്നുന്ന ഒരു എക്സ്പീരിയൻസ്? എങ്ങനെ ആയിരുന്നു പഠന വഴിയൊക്കെ? എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക്? ഞാൻ ശരിക്കും ഈ PSC എന്നുള്ള ഒരു ഇതിലേക്ക് ഞാൻ വരുന്നത് 2018-19 കാലഘട്ടത്തിലാണ്. ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം ഫസ്റ്റ് വിളിച്ചൊരു സമയമാണ്. അതിനു വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങി. പക്ഷെ എന്തോ ഒരു ഭാഗ്യവശാലും തോന്നുന്നു, അതോ കറക്റ്റ് ഒരു പ്രിപ്പറേഷന്റെ കുറവായിരിക്കാം, ആ ലിസ്റ്റിൽ എനിക്ക് ഉൾപ്പെടാൻ പറ്റില്ല. പിന്നെ ഞാൻ ആ ഒരു സംഗതി അവിടുന്ന് ഒഴിവാക്കിയിട്ട് ഞാൻ ടീച്ചിങ് ഫീൽഡിലേക്ക് വരികയാണ്. PSC ട്യൂഷൻ എന്ന ഫീൽഡിലേക്ക് അങ്ങനെ വന്ന് 2 വർഷത്തിന്റെ ഇടയിലാണ് കൊറോണ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മളെത്തുന്നത്. നമുക്ക് ഓഫ്ലൈൻ സെന്ററുകളെല്ലാം നിർത്തി. അപ്പൊ നമ്മളൊരു വരുമാനം നിലച്ചു പോവാണ്. അപ്പൊ വീണ്ടും ഒരു സ്ഥിര വരുമാനത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്താന്നുള്ളൊരു ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഒരു പ്രിലിംസ് 2021 LDCന്റെ പ്രിലിംസ് എക്സാം അതിന്റെ ഇടയിൽ വെറുതെ എഴുതി പോയതാണ്. ക്രാക്ക് ചെയ്യാൻ പറ്റിയതിൽ ഞങ്ങൾ പഴയ ഒരു 4 ഫ്രണ്ട്സ് ഒരുമിച്ച് കമ്പൈൻ സ്റ്റഡി ചെയ്യാന്നുള്ളൊരു ഏകദേശം ഒരു 50 ദിവസത്തോളം സമയമുണ്ട് മെയിൻ എക്സാമിന്. ആ ഒരു സമയത്താണ് ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു 4 പേരും വീട്ടിൽ നിന്ന് വിട്ടുനിന്നിട്ട് റൂമൊക്കെ എടുത്തിട്ട്
പഠിക്കാന്നുള്ള ഒരു ഇതിലേക്ക് എത്തി. അതൊരു സീരിയസ് ആയിട്ടുള്ള പഠനമായിരുന്നു അല്ലേ? ആ ഒരു ലാസ്റ്റ് 60 days ഫസ്റ്റ് ടൈമിൽ കിട്ടാത്ത ഒരു പ്രിപ്പറേഷന്റെ കുറവ് ഞാൻ ഇവിടെ ശരിക്കും എന്താ വെച്ചാല് ഞങ്ങൾ നികത്തിയിട്ടുണ്ട്. നികത്തി. ആ 4 പേരും മികച്ച രീതിയിൽ തന്നെ പഠിച്ചു. ഈ ഒരു ഏകദേശം 50 ദിവസത്തോളം എന്ന് പറയാം ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് തന്നെ എന്ത് ചെയ്തു, ടൈം ചെലവാക്കി മറ്റുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അതെ. ഞങ്ങള് മെയിൻ ആയിട്ട് ചെയ്ത പരിപാടി എന്താ വെച്ചാല് ഡെയിലി മോക്ക് ടെസ്റ്റ്. മോക്ക് ടെസ്റ്റ് സ്ഥിരമായിട്ട് എനിക്ക് തോന്നുന്നു 50-ലേറെ മോക്ക് ടെസ്റ്റുകൾ ഞങ്ങൾ ഡെയിലി ചെയ്യും. അതെ, അതിന്റെ ഒരു അനാലിസിസുകളും ഉണ്ട്. അതായത് നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളത് എങ്ങനെ വിലയിരുത്തപ്പെടാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ മോക്ക് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞത്. ഇപ്പോ ഫവാസ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതെ, അതായത് കോവിഡ് ടൈമിൽ, അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തു, അത് കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ ആ നിമിഷം അത് ഉപേക്ഷിച്ചു. പിന്നെ എനിക്ക് തോന്നുന്നു 2 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് LDC പരീക്ഷയിലേക്ക് വരുന്നത്. അപ്പൊ ഉപേക്ഷിച്ച ഒരു നിമിഷവുമുണ്ട്, അതേപോലെ അത് വേണമെന്ന് പറഞ്ഞ ഒരു നിമിഷമുണ്ട്. രണ്ടും ഉണ്ട് അല്ലെ? ഫവാസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 2 ഡിസിഷനും ഉണ്ട്. അതായത് എനിക്കിത് വേണം, എനിക്കിത് പറ്റില്ല, ഞാൻ തോറ്റു, അതുകൊണ്ട് ഞാൻ വിട്ടു എന്ന് പറയുന്നത് കൊണ്ട് വിജയിച്ചു, അതുകൊണ്ട് അതിന്. അപ്പോ ആദ്യ തവണ ഉപേക്ഷിക്കുന്ന അവസ്ഥയിലും 2ാമത്തെ തവണ വിജയിക്കുന്ന അവസ്ഥയിലേക്ക് വന്നല്ലോ. അപ്പൊ ഉണ്ടായിരുന്ന മൈൻഡ് ഡിഫറൻസ് എന്തായിരുന്നു? ഒന്ന് നമുക്ക് എന്താ വെച്ചാല് ആദ്യ സമയത്ത് നമ്മൾ എന്താ വെച്ചാല് നമുക്കൊരു ജോബ്, പെട്ടെന്ന് ജോബ് വേണം, കയ്യിൽ സാലറി വേണം എന്നുള്ളൊരു ഇത്. അപ്പൊ ടീച്ചിങ് ഫീൽഡ് നമ്മളെ കയ്യിലൊരു ഓപ്ഷൻ വന്നപ്പോ നമ്മൾ എന്ത് ചെയ്തു, അതിലേക്ക് പോയി. പക്ഷെ അതൊരു സ്ഥിര വരുമാനത്തിലേക്ക് നമ്മള് എത്തിക്കില്ല എന്ന് കൊറോണ നമ്മൾ എന്ത് ചെയ്തു, പഠിപ്പിച്ചു. അപ്പൊ വീണ്ടും നമുക്ക് ഇത് എന്താ വെച്ചാല് സ്ഥിര വരുമാനം, ഗവൺമെന്റ് ജോബ് തന്നെയാണ് ഏറ്റവും ബെറ്റർ. തീർച്ചയായിട്ടും. അപ്പൊ എന്തൊക്കെ ഡിമോട്ടിവേഷൻ PSC ജോബിനെ കുറിച്ച് പറഞ്ഞാലും അതിന്റെ ഏറ്റവും വലിയ പോയിന്റ് അതാണ് അല്ലെ? ഭയങ്കര പ്രസക്തമായ ഒരു കാര്യമാണ്. ഒരു സാധനം ഉപേക്ഷിക്കുക എന്നുള്ളത് ഭയങ്കര എളുപ്പമുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് നേടിയെടുത്ത് കഴിയുമ്പോൾ ഉള്ളൊരു മാനസികാവസ്ഥ, സമാധാനം എന്നൊക്കെ പറഞ്ഞല്ലേ, പണ്ടത്തെ ആ ഒരു ജീവിതത്തിൽ, അല്ലെങ്കിൽ ഇപ്പൊ പറയുന്നത് പോലെ ടീച്ചിങ് പ്രൊഫഷനിലാണ് നിന്നതെന്ന് പറഞ്ഞു, അതിനൊരു സ്ഥിരത ഉണ്ടായിരുന്ന ഒരു അവസ്ഥയല്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാല് രാവിലെ പോകുന്നു, വൈകുന്നേരം വീട്ടിൽ വരുന്നു, മക്കളെ കാണുന്നു, അല്ലെ ഭാര്യയെ കാണുന്നു, ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ്. പ്രധാനം സർക്കാരിന്റെ ഭാഗവുമാണ് അല്ലെ? സർക്കാരിന്റെ ഭാഗമായി മാറും. അതെ, സർക്കാരിന്റെ ഭാഗം. അനി, അടുത്തൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പഠിച്ചല്ലോ, സീരിയസ് ആയി പഠിച്ചു എന്ന് പറഞ്ഞ സമയം എങ്ങനെയായിരുന്നു പഠനം ക്രമീകരിച്ചിരുന്നത്? ഏതൊക്കെ രീതിയിലാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? ഓരോ വിഷയങ്ങൾ എങ്ങനെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്? ഞാനെന്താ വെച്ചാല് ഫസ്റ്റ് 2 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഫസ്റ്റ് വർഷം നമ്മൾ എന്താ വെച്ചാൽ റാങ്ക് ഫയൽ, PYQ ഇതൊക്കെ ഒരു പ്രാവശ്യം റിവിഷൻ ചെയ്തൊരു സംഭവമാണ്. പിന്നെ 2 വർഷത്തിന് ശേഷം വീണ്ടും ഇതിലേക്ക് വരുമ്പോൾ ഞങ്ങൾ കൂടുതൽ നോക്കിയത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഏകദേശം സിലബസിനെ പറ്റിയിട്ട് ഐഡിയ ഉണ്ട്. അപ്പം PYQ കൂടുതൽ നോക്കി, അതുപോലെ മോക്ക് ടെസ്റ്റും. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എല്ലാ ടോപ്പിക്കും കൂടി നോക്കുന്നതിന്റെ പകരം ഹോട്ട് ടോപ്പിക്കായ കുറച്ച് വിഷയങ്ങളുണ്ട്. എക്കണോമിക്സ് ചെറിയ ഭാഗമുള്ള 5 മാർക്കാണ് നമുക്ക് പഠിച്ചത്. നമ്മൾ ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ കേരള ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, 3 ഹിസ്റ്ററികളും പഠിക്കുമ്പോൾ നമുക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ 3-1 എക്കണോമിക്സ്, അതുപോലെ ഇമ്പോർട്ടൻസ് ആക്ട്, കേരള ഗവേൺസ്, ഇങ്ങനത്തെ ചെറിയ ചെറിയ ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഏകദേശം ഒരു 25 മാർക്കോളം അതിൽ നിന്ന് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ, സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളോട് ഉദ്യോഗാർത്ഥികൾ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം മാത്രം പഠിച്ചാൽ PSC കിട്ടില്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ PSC പരീക്ഷ, അല്ലെങ്കിൽ ഫവാസ് എഴുതിയെടുത്ത ഈ PSC പരീക്ഷ അടക്കമുള്ള PSC പരീക്ഷയുടെ സ്വഭാവം വെച്ചിട്ട് അത് മാത്രമായി പഠിച്ചാൽ നമുക്ക് PSC പരീക്ഷ നേടാൻ പറ്റുമോ? ആ ഒരു 3 സബ്ജക്ട് നമുക്ക് നിർബന്ധമാണ്. ഒരു 40 മാർക്കിൽ വരുന്നുണ്ട്. അപ്പം കറണ്ട് അഫയറും കൂടി അതിന്റെ കൂടെ കൂടാൻ പറ്റും. അതെ അതെ. അപ്പൊ നമുക്കൊന്ന് 50 മാർക്കായിരിക്കും. ആ 50 മാർക്കിൽ നമ്മൾ ഏകദേശം 40+ വാങ്ങണം. അഥവാ നമ്മള് മലയാളം 10 മാർക്ക്, ഇംഗ്ലീഷിലെ 10 മാർക്ക്, മാത്സിലെ 10, അതേപോലെ കറണ്ട് അഫയേഴ്സിൽ 20 മാർക്കും. ഇത് ഞാൻ പഠിക്കാൻ ഉപയോഗിച്ചത് എന്താ വെച്ചാല് കൂടുതൽ ക്ലാസ്സുകൾ, ഇപ്പൊ മലയാളം ഇംഗ്ലീഷും നമ്മൾ അത്ര ബ്രില്യന്റ് അല്ല. അപ്പൊ നമ്മൾ ചെയ്തത് എന്താ വെച്ചാല് ആദ്യം റാങ്ക് ഫയൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തു. പിന്നെ യൂട്യൂബിലുള്ള ക്ലാസ്സുകൾ, വ്യത്യസ്ത ടീച്ചേഴ്സിന്റെ, ഒരാളെ മാത്രം ഫോളോ ചെയ്തിട്ടല്ല, വ്യത്യസ്ത ടീച്ചേഴ്സിന്റെ മലയാളം, ഇംഗ്ലീഷ്, അത് മാക്സിമം കേട്ടിട്ട് അതിനൊരു ഔട്ട്പുട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. അതൊരു ഇമ്പോർട്ടന്റ് കാര്യമല്ല. അതുപോലെ ഈ മാത്സ് ഭയങ്കര എല്ലാവരും പറഞ്ഞ പഠിക്കുന്ന കാലം തൊട്ടേ നമുക്ക് മാത്സ് ടീച്ചർ ക്ലാസ്സിൽ വരിക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരു സർക്കാർ ജോലിക്ക് ശ്രമിക്കുമ്പോൾ ഇത്രയും കൂടുതൽ മാർക്കുള്ള സാധനം, മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് എപ്പോഴും പേടിയാണ്, എല്ലാവർക്കും പേടിയാണ്, പഠിക്കാൻ പാടാ എന്നുള്ളതാണ് പ്രശ്നം. മാത്സിനെ എങ്ങനെയായിരുന്നു അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്?
മാത്സിന്റെ വിഷയം പറയുകയാണെങ്കിൽ ഞാൻ മാത്സിന്റെ ഒരു ടീച്ചറായിരുന്നു. അതുകൊണ്ട് അത് ആ ഏരിയ ഓക്കെയാണ്. അത് നമുക്ക് എന്താ വെച്ചാല് അത്ര ഡിഫിക്കൽട്ട്, അത് നല്ലൊരു ബെനിഫിറ്റ് ആയിരുന്നു. ആ ഒരു 10 മാർക്ക് എനിക്ക് ഷുവർ ആയിരുന്നു. ഈ പഠിപ്പിക്കാൻ പോയത് മാത്സ് തന്നെയായിരുന്നു മാത്സ് അല്ലേ? തന്നെയായിരുന്നു. ഒരു നല്ലൊരു സ്ട്രാറ്റജി അതിനകത്ത് വരുന്നുണ്ട്. മാത്സ് ഓൾറെഡി സെറ്റാണ്. ഇംഗ്ലീഷ് മലയാളം ആയിരുന്നു കുറച്ച് ഒന്ന് പിടിക്കേണ്ടത്. ആ 2 ഏരിയയും കവർ ചെയ്തു. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഒരു പാഠമാണ്. അതേപോലെ മലയാളം നല്ല വീക്ക് ആയിരുന്നു. അവിടെ ഞാൻ അത് നേടിയെടുത്തെന്ന് വെച്ചാല് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ റിവിഷനും ചെയ്ത് മോക്ക് ടെസ്റ്റ് അതിന് മാത്രം, അത് ഡെയിലി എല്ലാ ദിവസവും ഈ 2 സബ്ജക്ട് നിർബന്ധമായിട്ടും. അപ്പൊ ആ 3 ഏരിയയും ഓക്കെ. ആ ഒരു പോയിന്റ് ഉണ്ട്, എല്ലാ ദിവസവും റിവിഷൻ ചെയ്യുക, അതൊരു പോയിന്റ് ആണ്. അത് പറഞ്ഞു അല്ലേ, പുറത്തെന്തോ സംസാരിച്ച കൂട്ടത്തിൽ ഞാനിങ്ങനെ വെറുതെ ചോദിച്ച കൂട്ടത്തിൽ പറഞ്ഞു എല്ലാ ദിവസവും, അതായത് ഈ ഒരു നമ്മൾ പറയുമല്ലോ എന്താണ് ആ കൺസിസ്റ്റൻസി നിലനിർത്തി എന്നുള്ളത് അല്ലെ, എല്ലാ ദിവസവും റിവിഷൻ ചെയ്യുക എന്നുള്ള മോക്ക് ടെസ്റ്റും റിവിഷൻ എന്തായാലും ഉറപ്പായിട്ട് ചെയ്യുക. ഞങ്ങളൊരു 4 പേര് സെറ്റ് ചെയ്യുന്നു. ഒരാള് ബാക്കിലാണെങ്കിലും ഒപ്പം കൂട്ടി പിടിക്കാൻ ഒരാള് ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ കമ്പൈൻ സ്റ്റഡി തിരഞ്ഞെടുക്കുക എപ്പോഴും നമ്മുടെയൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ, ഞങ്ങളുടെയൊക്കെ ടെലഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ എപ്പോഴും കുട്ടികൾ പറയും ഇന്ന ഇതുണ്ട്, LGS ബാച്ച് ഉണ്ട്, ആരെങ്കിലും കമ്പൈൻ സ്റ്റഡിക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ എപ്പോഴും ഗ്രൂപ്പിൽ കാണുന്ന ഒരു കാര്യമാണ്. ഈ കമ്പൈൻ സ്റ്റഡി തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയായിരിക്കണം? ഒരുപാട് സ്റ്റഡി നമുക്ക് നിർബന്ധ സംഗതി, ഇതിലേക്ക് എത്തണമെങ്കിൽ. പക്ഷെ കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റില്ല, ഉൾപ്പെടുത്തരുത്. അതായത് നമ്മൾ കമ്പൈനിനാക്കുന്ന ആൾക്കാരിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ആള് കൂടിയാൽ പാമ്പ് ഒരു 4-5 ആൾക്കാര് മാക്സിമം. അവരെല്ലാരും പിറകോട്ട് നിൽക്കുമ്പോ പ്രശ്നമാണ്. അവരെല്ലാരും ഈ ഒരേ ലക്ഷ്യത്തോടെ നിൽക്കുന്നവരായിരിക്കും അല്ലേ? ഇനി കുടുംബം, വിദ്യാഭ്യാസം, പഠനം. കുടുംബം, വിദ്യാഭ്യാസമല്ല, പഠനം. ഇത് എപ്പോഴും പ്രത്യേകിച്ച് PSC മേഖലയിൽ നിൽക്കുന്നവർക്ക് വലിയൊരു ആശങ്കയുള്ള കാര്യമാണ്. കുടുംബവും പഠനവും കൂടി കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മൾ ഓഫ്ലൈൻ സെന്റേഴ്സിലൊക്കെ പോകുമ്പോൾ നേരിട്ട് കേൾക്കുന്ന കുറെ കാര്യങ്ങൾ ഒരു പരാതി ഇതാണ്, സാറേ വീട്ടുകാരും നോക്കിയിട്ട് ഇതും കൂടെ നോക്കി പോകാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു. ഒന്ന് വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട് ആയിരുന്നു, ആദ്യം എനിക്ക് നല്ലൊരു ബെനിഫിറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഈ 50 ദിവസം ഞാൻ ഇതിന്ന് മാറി നിന്നെങ്കിൽ വേറെ വരുമാന കാര്യങ്ങളൊന്നുമില്ല, കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്. എന്നാലും വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്തത്. അപ്പൊ വീട്ടുകാരെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു 50 ദിവസത്തെ സപ്പോർട്ട് കാര്യങ്ങളിലുകൊണ്ട് എനിക്ക് എന്ത് ചെയ്തു, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു 50 ദിവസം, ഏകദേശം 50 ദിവസത്തോളം, അതായത് ഏകദേശം ഒരു 2 മാസം അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് അല്ലെ. ഒരു ഭയങ്കര ഒരു വല്ലാത്ത സ്ട്രാറ്റജി തന്നെയാണ്. നമ്മള് 100% കൊടുത്തിട്ടുണ്ടാവും ആ ടൈമില്. എത്ര നേരം ഉറങ്ങായിരുന്നു? ഞങ്ങൾ ഫിക്സ്ഡ് ടൈം ടേബിൾ നമുക്കില്ലായിരുന്നു. ഞങ്ങൾക്ക് ലക്ഷ്യം ഉണ്ടായിരുന്നു, ഇന്ന ടോപ്പിക് തീർക്കണം. അപ്പൊ അതിന് വേണ്ടത് നമ്മൾ എത്രയാണോ അതിനനുസരിച്ച് എടുക്കും. അങ്ങനെയാണ്. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഞാൻ പറഞ്ഞു 2 വർഷത്തെ ഗ്യാപ്പ്, ആ ഒരു വർഷം നമ്മളൊരു റിവിഷൻ ചെയ്താൽ നമ്മളെ മൈൻഡിൽ ഒരു സെറ്റ് ഉണ്ട്. അപ്പൊ ജസ്റ്റ് അതൊന്ന് പൊടി തട്ടിയിട്ട് എടുക്കേണ്ട ഒരു സമയം. ഈ സർക്കാർ ജോലി എന്ന് പറയുന്നത് ഒരുവിധം എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കും. എല്ലാവർക്കും ഒരു സർക്കാർ ജോലി എന്നുള്ളത് സ്വപ്നമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു സർക്കാർ ജോലി എന്നത് സ്വപ്നം എന്നതിനപ്പുറം ഒരു ആവശ്യമായി മാറണം എന്നുള്ളതാണ് അല്ലെ. അതായത് ഇപ്പോ ഭവാസിനെ സംബന്ധിച്ചിടത്തോളം 50 ദിവസത്തേക്ക് മാറി നിൽക്കുകയാണ് വീട്ടിൽ നിന്ന്. ഈ 50 ദിവസം എനിക്ക് കൃത്യം, കാരണം വീട്ടുകാർ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, ഫാമിലി അല്ലെ, വൈഫ് അടക്കമുള്ള ആൾക്കാർ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. ആ കോംപ്രമൈസിനൊരു വാല്യൂ കൊടുക്കുക എന്നുള്ള ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നില്ല, പേടി ഉണ്ടായിരുന്നു ആ സമയത്ത് കിട്ടുമോ? കാര്യം ആദ്യം ഒരു പരാജയം ഏറ്റുവാങ്ങിയ ആളാണ്. പേടി എന്ന് വെച്ചാല് നമ്മള് റിസ്ക് എടുത്തിട്ടുണ്ട്, അപ്പൊ അതിനുള്ള റിസൾട്ട് വരുന്നാണ് നമുക്ക് അറിയാമായി. നമുക്കൊരു പഠിച്ചൊരു ലെവൽ എത്തുമ്പോൾ ഒരു കോൺഫിഡൻസ് വരുന്നു എന്നൊരു അവസ്ഥയിലേക്ക്. അത് ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഞങ്ങൾ ഡെയിലി മോക്ക് ടെസ്റ്റ്, അത് ഞങ്ങൾക്ക് ഞങ്ങളൊരു ലെവൽ ഏകദേശം നമുക്ക് മനസ്സിലാക്കാം, ഇമ്പ്രൂവ് ആയി വരുന്നു. ആദ്യം 100-ൽ 50 ബിലോ വരുന്നു, പിന്നെ അത് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് പിന്നെ ഏത് ടോപ്പിക്കാ നമുക്ക് ഞങ്ങൾ ഓരോ സിലബസ് വെച്ചിട്ട് ഇന്ന ടോപ്പിക്കിന് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. ഇപ്പൊ ഇംഗ്ലീഷിൽ 5 മാർക്ക്, അപ്പൊ അത് കൂടുതൽ ഏത് ഭാഗം എന്നൊക്കെയുള്ള മലയാളം, അങ്ങനെ വ്യക്തമായ ധാരണയോടെ ആയിരുന്നു ആ 50 ദിവസത്തെ പ്രാക്ടീസ്. അതിലാണ് ജോലി. നമുക്കറിയാം ക്ലാസ്സിനകത്ത് എപ്പോഴും കുട്ടികൾ പറയുന്ന ഒരു കാര്യം കേട്ടോ, അതായത് ഇത്രയും മതിയോ, ഇത്രയും പഠിച്ചാൽ മതിയോ, ഇത് മതിയോ, ഇനി എന്നിട്ട് ഇവർ എവിടെന്നെങ്കിലും ഒക്കെ കുറെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ ഒരു പഠനം നടത്തേണ്ട ആവശ്യമുണ്ടോ? ആക്ച്വലി നമുക്കൊരു സിലബസ് തന്നിട്ടുണ്ട്,
ഇവരുടെ എല്ലാവരുടെയും എപ്പോഴത്തും ഉള്ളൊരു ആശങ്ക എന്ന് പറയുന്നതാണ്, എനിക്ക് ഇത്രയും മതിയോ, ഇത്രയും പോരെ, ഇതിനകത്ത് ഇത് ഇനിയും ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് പഠിച്ചത് കൂടാതുള്ള കാര്യങ്ങൾ എക്സസ് ആയിട്ട് പഠിക്കുകയാണ്, ഓവറായിട്ട് കഷ്ടപ്പെടുക. കൂടുതൽ അങ്ങനെ നമ്മൾ റിസ്ക് എടുക്കുന്നത്. ഞാൻ മനസ്സിലാക്കാൻ പറഞ്ഞ ആ ഹോട്ട് ടോപ്പിക്സ് നമ്മള് അത് കറക്റ്റ് നമ്മൾ പഠിക്കുക. ഇപ്പൊ കേരള ചരിത്രം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വൈഡാണ്. അത് നമ്മൾ നോക്കിയിട്ട് എത്തൂല, പ്രത്യേകിച്ച് ഈ ഒരു സമയത്തിന്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാൻ 50 ദിവസം. അതെ, അതുപോലെ എനിക്കൊന്ന് PYQ ചെയ്യുമ്പോൾ തന്നെ ഒരു ധാരണ വരുമല്ലേ, നമ്മൾ അതിലേക്ക് അറിയാതെ ടച്ച് ചെയ്ത് പോകും. അപ്പൊ അത് മതി. മറ്റുള്ള ടോപ്പിക്സിന് എന്ത് ചെയ്യാ, ഞാൻ പറഞ്ഞ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, അതൊക്കെ ഒരു ഒതുക്കമുള്ള ഒരിക്കലും എന്ത് ചെയ്തേ വിട്ടുകളഞ്ഞു. അത് കറക്റ്റ്. അതിന്റെ കൂടെ നമ്മൾ പറഞ്ഞ എക്കണോമിക്സ് അങ്ങനത്തെ സംഗതികള്. അതെ, തീർച്ചയായിട്ടും ഈ ഒരു ജോലി തിരക്കിനിടയിലും അല്ലെ നമ്മുടെ കുട്ടികൾക്ക് ഇത്രയും കാര്യങ്ങൾ പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. വിജയികൾക്കാണ് എപ്പോഴും ഒരുവിധം നമ്മൾ എല്ലാവരും ഇപ്പൊ എന്തായാലും ആ ഒരു അവസരത്തിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ആളാണ് അല്ലെ, നേരത്തെ മുൻ വിജയികളെ കണ്ടുകൊണ്ട് അതിനുവേണ്ടി ശ്രമിക്കുന്ന ആള് തന്നെയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വലിയ ഹാർഡ് വർക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ച് പറയുന്നതിനേക്കാൾ സത്യം പറഞ്ഞാൽ ഈ സമയപരിമിതി കൊണ്ടാണ് കുറേ അധികം കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല മാതൃകയാണ് വാസ്, എപ്പോഴും ഒരു നല്ല മാതൃകയാണ്. പിന്നെ വാസ് എപ്പോഴും പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട്. എനിക്ക് തോന്നുന്നു നമ്മളൊരു എക്സാമിന്, എൻ്റെ ഒരു സംശയമാണ്, ഒരു എക്സാമിന് നമ്മൾ സിലബസ് തീർക്കുന്നതിനോടൊപ്പം അതൊരു 50% സ്ട്രെങ്ത് ആണെന്നെങ്കിൽ നമുക്കൊരു 100% സ്ട്രെങ്ത് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇതും കൂടെ ചേരണമെന്നുള്ളത്. അല്ലെ, ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ഇമ്പോർട്ടന്റ്. ഞങ്ങൾ അതന്നെ ചെയ്തു. അപ്പൊ എത്ര പെർസെന്റേജ് ഇതിനെ കൊടുക്കാൻ പറ്റും? ടോപ്പിക്ക് പഠിക്കുന്നു, ക്വസ്റ്റ്യൻസ് 50-50 ഞാൻ പറയും. എന്നെ കൊടുക്കണം. 50% ക്വസ്റ്റ്യൻസ് മെയിൻ ഇമ്പോർട്ടന്റ് ആണ്. നമ്മള് സൈലത്തിൽ ഇപ്പം എല്ലാ ബാച്ചുകളും ഉണ്ട്. ഈ പറഞ്ഞ സീരിയസ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ബാച്ച് ഉണ്ടോ നമുക്ക്? തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം അതെ, ഇനിയിപ്പോ നോക്കൂ, നമ്മുടെ ഫവാസ് അടക്കമുള്ള ആൾക്കാർ 50 ദിവസം കൊണ്ട് പഠിച്ചു എന്നാണ് പറയുന്നത്. അതിൽ ഫവാസ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ സംഭാഷണ വേദിയിൽ ഏറ്റവും കൂടുതൽ ഫവാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തു, മോക്ക് വർക്കൗട്ട് ചെയ്തു എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു അവസാന നിമിഷ പ്രിപ്പറേഷൻസിന് നിൽക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു ടോപ്പിക്ക് പഠിച്ചു തീർക്കുന്നതാണോ നല്ലത്, ക്വസ്റ്റ്യൻസ് നോക്കുന്നതാണ്. അതാണ്. അപ്പൊ അവസാന നിമിഷം പഠിക്കുന്നവർക്ക് എന്തായാലും അതെ. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചു, ഇവിടെ നിർത്തുവാണോ അതേ ഇനിയും പഠിക്കുന്നുണ്ടോ? കേസ് പോലുള്ള നിലവിൽ ഇപ്പത്തെ സ്റ്റാറ്റസ് വെച്ചിട്ട് ഒന്നായി വരണം അല്ലേ, പിന്നീട് തീർച്ചയായിട്ടും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. തീർച്ചയായിട്ടും പഠിക്കുന്ന കാലത്തുള്ള സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പം സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ, അപ്പൊ കുടുംബക്കാരുടെ അടുത്ത്, ഫ്രണ്ട്സിന്റെ അടുത്ത്, പണ്ടത്തെയും ഇപ്പോഴത്തെയും മാറുന്നില്ലേ? പണ്ടൊക്കെ അല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ കുറെ ഇൻസൾട്ടുകൾ അനുഭവിക്കുന്ന സമയമുണ്ട്, തൊഴിലില്ലായ്മ എന്നുള്ളതിന്റെ അർത്ഥത്തില്. ആ ഒരു സമയത്തുള്ള ഇത് നമ്മൾ നല്ല വ്യത്യാസമല്ലേ. അപ്പൊ ഗവൺമെന്റ് ജോബ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെതൊരു പവർ ഉണ്ടാവാൻ വേണ്ടി സ്വപ്നം കണ്ടാൽ മാത്രം പോരാ എന്നാണ് ഫവാസ് പറഞ്ഞത്. അതിന്റെ പിന്നിൽ ഒരു വലിയൊരു ഹാർഡ് വർക്കിന്റെ കഥ കൂടി ഫവാസ് കൂടെ പറഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ, അല്ലേ? അപ്പോ അവസാന നിമിഷം പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ ഈ നിമിഷം നമുക്കിനി നമ്മുടെ VFA അതേപോലെ തന്നെ ബെപ്കോ LD അങ്ങനെയുള്ള LD ലെവൽ പരീക്ഷകൾ ധാരാളം വരുന്നുണ്ട്, ഡിഗ്രി ലെവൽ മെയിൻസ് വരുന്നുണ്ട്, ഇങ്ങനെ കുറേ വരുന്നുണ്ട്. എന്താണ് ഇനി നമ്മുടെ പരീക്ഷ എഴുതാനായി തയ്യാറെടുക്കുന്ന നമ്മുടെ ഉദ്യോഗാർത്ഥികളോട് ഫവാസിന് പറയാനുള്ളത്? നമുക്ക് എന്ത് ചെയ്യേണ്ടത് വെച്ചാല്, നിങ്ങള് ക്വസ്റ്റ്യൻസ് കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യുക, പ്രത്യേകിച്ച് മോക്ക് ടെസ്റ്റ് ചെയ്യുക. ഏത് സൈഡാണ് നമുക്ക് വീക്ക് ആയിട്ടുള്ളത്, വെറും റിവിഷൻ പോലെയുള്ള റാങ്ക് ഫയൽ നോക്കാതെ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്തിട്ട് ഏത് ഭാഗമാണ് നമ്മൾ വീക്ക് ആയത് ആ ഒരു ഭാഗത്തിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് സെറ്റ് ആക്കണം, കണ്ടെത്തണം. അല്ലെ, ആ വീക്ക് പോയിന്റ് കണ്ടെത്തി അതുപോലെ വീക്ക് പോയിന്റിന് ഏറ്റവും നല്ലത് ക്വസ്റ്റ്യൻസ് പഠിക്കുക എന്നുള്ളത്. ലാസ്റ്റ് സമയത്ത് ഞങ്ങൾ ചെയ്ത് വിജയിച്ചൊരു സംഭവമാണ്, അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോ ഒരുപാട് നന്ദി. അതന്നെ, കുറച്ചു നേരം കൂടുതൽ കാര്യങ്ങളായിരുന്നു പറഞ്ഞതും പങ്കുവച്ചതും. നിങ്ങൾക്കും ഇത് പ്രയോജനപ്രദമാകട്ടെ. പക്ഷെ ഒരു കാര്യം പറയാൻ പറ്റി, നമ്മുടെ പുതിയ അതായത് VFA, ബെപ്കോ LD തുടങ്ങിയ ബാച്ചുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന, ഇനിയും ഒരു പഠിത്തം എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ബെപ്കോ LD VFAക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ബാച്ച് ആണുള്ളത്. അപ്പോൾ ലാസ്റ്റ് നിമിഷത്തിൽ കൊണ്ടുപോയിട്ട് സ്വപ്നം ഇട്ട് കളഞ്ഞിച്ച് പോരണ്ട, എത്രയും വേഗം നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തോളൂ. അതുപോലെ ഫവാസിന് എല്ലാവിധമായ ഭാവുകങ്ങൾ. താങ്ക് യു.